നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ നഗരസഭയിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട നഗരസഭയിലെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് അനുവദിച്ച വാക്സിൻ വാർഡുകളിലേക്ക് വീതിച്ച് നൽകുന്നതിന് പകരം മുസ്ലിം ലീഗ് ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുകയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. കോവിഡിനിടയിലും ജാഗ്രതയോടെ ഓണം ആഘോഷിക്കാനായി തയ്യാറാകുന്ന ഓണക്കിറ്റുകളുടെ പാക്കിംഗ് ജില്ലയിൽ പുരോഗമിക്കുന്നു. ജൂലൈ 31 മുതൽ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കും. 10 ലക്ഷത്തോളം കിറ്റുകളാണ് ജില്ലയിലെ വിവിധ കാർഡുകളിലായി വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റ് സഞ്ചി ഉൾപ്പെടെ 16 ഇന ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴിയാണ് ലഭിക്കുക. കോവിഡ് കാലത്ത് കിറ്റ് മാത്രമല്ല പണവും സർക്കാർ നൽകണമെന്ന PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ കയ്യിൽ പണമാണ് ഇല്ലാത്തത്. പണം ജനങ്ങൾക്ക് നേരിട്ട് എത്തിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരൂരിൽ നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവഴിയമ്പലം മൂപ്പൻ TVS ഷോറൂമിലെ ബൈക്ക് മോഷണ കേസിന്റെ അന്വേഷണത്തിലാണ് ഒഴൂർ സ്വദേശി പൈനാട്ട് നൌഫൽ അറസ്റ്റിലായത്. സംസ്ഥാന സർക്കാരിന്റെ വാക്സിൻ വിതരണത്തിലെ അട്ടിമറിക്കെതിരെ ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കിണറ്റിൽ വീണ ഗർഭിണിയായ ആടിനെ സാഹസികമായി രക്ഷപ്പെടുത്തി. തിരുനാവായ കൈത്തക്കരയിലെ കല്ലിങ്ങൽ സേതുവിന്റെ ഉടമസ്ഥയിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ആടിനെയാണ് തിരൂർ ഫയർഫോഴ്സ് സേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്. തിരൂർ നഗരസഭ 10ാം വാർഡിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുസ്ലിം യൂത്ത് ലീഗും MSF കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നൽകിക്കൊണ്ട് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഉപരിപഠന രംഗത്ത് നിലനിൽക്കുന്ന കുറവുകൾക്ക് സർക്കാരിൽ നിന്ന് അടിയന്തരമായി പരിഹാരം ആവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ജില്ലയുടെ ചുമതലയുള്ള കായിക മന്ത്രി വി അബ്ദുറഹിമാനുമായി ചർച്ച നടത്തി. മന്ത്രിയുടെ താനൂരിലെ വീട്ടിലായിരുന്നു ചർച്ച. പിണറായി സർക്കാരിന്റെ 1000 കോടി വനം കൊള്ളയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം സെക്രട്ടറി രഘുപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില കയറ്റത്തിനെതിരെ KSSPU ഒഴൂർ യൂണിറ്റ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗം രാജൻ തയ്യൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.